പണ്ട് ഗന്ധമാദന പർവ്വതത്തിലെ സുഗന്ധമുള്ള താഴ്വരയിൽ വായുപുത്രനായ ഹനുമാൻ പ്രകൃതിയുടെ സംഗീതം കേട്ടുകൊണ്ടിരുന്നു. ഇലകളുടെ മർമരങ്ങൾക്കിടയിൽ ഒരു പുതിയ താളം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് കാറ്റിൻ്റെതായിരുന്നില്ല, മറിച്ച് ഒരു ആത്മാവിന്റെ വിളിയായിരുന്നു. ആ താളം മറ്റാരുടേതുമായിരുന്നില്ല, വനത്തിലൂടെ നടന്നു നീങ്ങുന്ന രാമന്റെ കാൽപെരുമാറ്റമായിരുന്നു. താൻ തേടുന്നത് ഈ മനോഹരമായ കാടിനുള്ളിൽ എവിടെയോ ഉണ്ടെന്ന് രാമന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. വനത്തിലെ പക്ഷികൾ പോലും അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുത്തു. ഒരു വലിയ മരക്കൊമ്പിലിരുന്ന് ഹനുമാൻ ആഗതനെ നിരീക്ഷിച്ചു. സൂര്യനെ പോലെ തിളങ്ങുന്ന ആ തേജസ് കണ്ടപ്പോൾ ഹനുമാന്റെ ഹൃദയം അജ്ഞാതമായ ഒരു സ്നേഹത്താൽ നിറഞ്ഞു. അദ്ദേഹം ആരാണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയോടെ ഹനുമാൻ താഴേക്ക് നോക്കി. നീലത്തടാകത്തിന്റെ കരയിൽ ദാഹം തീർക്കാനെത്തിയ രാമന്റെ മുന്നിലേക്ക് ഹനുമാൻ ഒരു കൊച്ചു വാനരനായി ചാടിയിറങ്ങി. പേടിയൊന്നും കൂടാതെ കയ്യിലുണ്ടായിരുന്ന മധുരമുള്ള ഒരു കാട്ടുപഴം ഹനുമാൻ രാമന് നേരെ വെച്ചു നീട്ടി. തടാകത്തിലെ തെളിനീരിൽ ഇരുവരും ഒരേ സമയം നോക്കി. വിസ്മയകരമായ ആ നിമിഷത്തിൽ രാമന്റെ പ്രതിബിംബത്തിൽ ഹനുമാൻ വിശ്വരൂപം കണ്ടു. ഹനുമാന്റെ പ്രതിബിംബത്തിലാകട്ടെ രാമൻ തന്റെ ഏറ്റവും വലിയ ഭക്തനെയും പ്രിയ സുഹൃത്തിനെയും തിരിച്ചറിഞ്ഞു. വാക്കുകളില്ലാത്ത ആ നിമിഷത്തിൽ താൻ കാത്തിരുന്ന നാഥൻ ഇതാണെന്ന് ഹനുമാൻ തിരിച്ചറിഞ്ഞു. ഹനുമാൻ രാമന്റെ പാദങ്ങളിൽ വന്ദിച്ചു. ആ സ്നേഹ സംഗമം ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തിയുടെയും സൗഹൃദത്തിന്റെയും തുടക്കമായിരുന്നു.